പതിവ് തെറ്റിക്കാതെ 27ാം വർഷവും ജാതിമതഭേദമന്യേ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്ത് കല്ലെടുമ്പ് മുസ്ലിം ലീഗ് കമ്മിറ്റി മാതൃകയായി. കക്ഷി രാഷ്ട്രീയ മത വേർതിരിവില്ലാതെ പ്രദേശത്തെ 600ഓളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ റിലീഫ് വിതരണം ചെയ്തത്. പി.കെ. ബഷീർ എം.എൽ.എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിരിയായിയുടെ കാര്യത്തിലെ കല്ലെടുപ്പ് നടന്നതിന്റെ പേര് അന്ന് എപ്പന്നിയാണ്. അന്ന് കല്ലെടുപ്പല്ല, നിങ്ങൾക്ക് പേര് എപ്പന്നി. അന്ന് ഒരുപാട് ഇടവണ്ണ മഹലിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അന്ന് ഈ കല്ലെടുപ്പ് പ്രദേശം. അന്ന് ഇടവണ്ണയിൽ സംഘടിത സക്കാത്ത് വരുമ്പോൾ കല്ലെടുപ്പ് പ്രദേശം ഉൾപ്പെടുത്താറുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എന്റെ മകനായ ഞങ്ങളുടെ പ്രിയങ്കരനായ സിദിയാജാണെന്ന് ശക്തമായിട്ട് കല്ലെടുപ്പ് പ്രദേശത്തെയും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് അന്ന് പറഞ്ഞു. ഇന്ന് കല്ലെടുപ്പ് ഒരുപാട് മാറി. വികസനം കൊണ്ടും അതുപോലെ തന്നെ ആളുകളുടെ വ്യക്തി സമ്പാദ്യം കൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഇത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. ജീവകാരുണ്യ പ്രവർത്തനം. വയനാടിന് ദുരന്തമുണ്ടായി. വയനാടിന് ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം, മുണ്ടക്കൈ ചൂരമല പ്രദേശത്തുള്ള ദുരന്തം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പാർട്ടി അതിനൊരു ഉപസമിതി ഉണ്ടാക്കി. അതിന്റെ പുനരധിവാസത്തിന്റെ മേൽനോട്ടമായി അത് പാർട്ടി അതിന്റെ ചുമതല ഏൽപ്പിച്ച ഒരു കൺവീനറാണ് ഞാൻ. ഇനി മുസ്ലിം ലീഗ് അവിടെ കണ്ണായ സ്ഥലം ഇതുപോലെയുള്ള ഒരു മെയിൻ റോഡിൽ ഇതുപോലെ ഗവൺമെന്റ് വീടുകൾക്ക് തറക്കലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എസ്റ്റേറ്റ് അല്ലാതെ നല്ല പറമ്പ് ഇതുപോലെ മെയിൻ റോഡില് റെപ്രൈസ് റോഡില് റോഡ് സൈഡില് 10 ഏക്കർ സ്ഥലം പാർട്ടി എടുത്തിരുന്നു. കല്ലെടുമ്പ് പ്രദേശത്ത് കഴിഞ്ഞ 26 വർഷങ്ങളായി ഈ മാതൃകാ പ്രവർത്തനം തുടർന്നു വരികയാണ്. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ.ടി. ജലീൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി.പി. അഹമ്മദ് കുട്ടി മദനി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പി. ഇർഷാദ്, ജനറൽ സെക്രട്ടറി സി.പി. റഫീഖ്, ടി. രായിൻ, ഷബീബ റസീസ്, ശ്രീനി, ഇന്നിമാൻ, ഷിഹാബ് ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.